അപ്പൊ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് ഡയറക്റ്റിംഗ് ആൻഡ് ലീഡിംഗ്. ഡയറക്റ്റിംഗ് ആൻഡ് ലീഡിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഗൈഡിങ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ്, ഇതൊക്കെ ഒരു എംപ്ലോയീനെ ആ ഒരു വർക്ക് എഫക്റ്റീവായി ചെയ്യാൻ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവർക്ക് അതിന് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ട ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, കൗൺസിലിംഗ് കൊടുക്കുന്നത്, ഇതിനൊക്കെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു മാനേജർ നമ്മളോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് മാത്രമല്ല, അവര് നമുക്ക് ചില സമയത്ത് ഇൻസ്ട്രക്ഷൻസ് തരും. അതേപോലെ നമ്മൾ കുറച്ച് ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജറ്റിക് ആക്കും. അതേപോലെ നമ്മൾ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഗൈഡൻസ് തരും. പിന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനോ അങ്ങനെയുള്ള ഹെൽപ്പ് കൂടി നമുക്ക് മാനേജറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എന്തുകൊണ്ടാ ഡയറക്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും പല മൂഡായിരിക്കും ഓരോ സമയത്ത്. ചിലപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സെയിം ആയിരിക്കില്ല, എക്സ്പീരിയൻസസ് സെയിം ആയിരിക്കില്ല.
പിന്നെ നമ്മളെ എക്സ്പെക്ടേഷൻസും സെയിം ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ഡിഫറൻസസ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളെ വർക്കിനെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മാനേജേഴ്സ് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്ക് ഇത്രയും ഡിഫറൻസസ് ഉണ്ടാവും. ഓരോ ഇൻഡിവിജ്വലും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവര് പലതായിരിക്കും അവരുടെ കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് എല്ലാരെയും ഒരുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കണം. അതുകൊണ്ട് ഡയറക്റ്റിംഗ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ടോപ്പിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗിൽ ഫസ്റ്റ് പോയിന്റ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇതിൽ പറയുന്നത് എല്ലാ എംപ്ലോയീസും അവരുടെ മാക്സിമം അല്ലെങ്കിൽ അവര് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതിൽ കാണിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ പെർഫോമൻസ് ആയിരിക്കും, ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള കോൺട്രിബ്യൂഷൻ. അപ്പൊ നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക. നമുക്ക് ഹിഡൻ ആയിട്ടുള്ള ടാലൻസ് അല്ലെങ്കിൽ എബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ്, ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് എംപ്ലോയീസിന്റെ ഗോൾ ഉണ്ടാവും. ഒരു എംപ്ലോയിയുടെ ഗോൾ എന്ന് പറയുന്നത് സാലറി ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ. നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ വെച്ചിട്ടായിരിക്കും. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്നത് ആ ഒരു സ്ഥാപനത്തിനെ രക്ഷിക്കാൻ മാത്രം, അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കാൻ മാത്രം ആയിരിക്കൂല നമ്മൾ പോകുന്നത്. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുന്ന് കിട്ടുന്ന സാലറി ആയിരിക്കും. അപ്പൊ നമ്മൾ ആ സാലറി പ്രതീക്ഷിച്ചിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ സാലറി കിട്ടാനുള്ള ജോലി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആ സാലറി ഞാൻ വെറുതെ വന്നു പോയി വാങ്ങുന്നതല്ല, പകരം എൻ്റെ വർക്കിന് എനിക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ആണ് അത് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ എംപ്ലോയീസിന്റെ ഗോളും ഓർഗനൈസേഷന്റെ ഗോളും തമ്മിൽ മാച്ച് ആവണം. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വർക്ക് നല്ല വൃത്തി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടാം. അപ്പൊ നമ്മള് ഗോൾ എന്ന് പറയുന്നത്, എംപ്ലോയീസിന്റെ ഗോൾ എന്ന് പറയുന്നത് ആ പ്രൊമോഷൻ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പരസ്യം പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ തന്നും കൊണ്ട് ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നത് എന്താ, അവരെ പേഷ്യന്റ് കെയർ ഏറ്റവും ബെസ്റ്റ് ആക്കുക. അപ്പോൾ പേഷ്യന്റ് കെയർ ബെസ്റ്റ് ആവുമ്പോൾ നമ്മളെ പെർഫോമൻസ് ബെസ്റ്റ് ആവും. അപ്പോൾ നമ്മളിൽ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടും. സോ ഇതാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത് ഒരു എംപ്ലോയി, ഒരു ബോസ്, എല്ലാ എംപ്ലോയീസിനും ഓർഡേഴ്സ് റിസീവ് ചെയ്യുന്നത് ഒരു സുപ്പീരിയർ ഓഫീസറിൽ നിന്നായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മാനേജർ വന്നിട്ട് എന്നോട് പറയുന്നത് ഇന്ന് റിസപ്ഷനിൽ ഇരിക്കാനായിരിക്കും. അടുത്ത ആൾ വന്ന് എന്നോട് പറയുന്നു ഇന്ന് PROനെ അസിസ്റ്റ് ചെയ്യാൻ. പിന്നെ വേറൊരാൾ വന്ന് പറയുന്നു ഇല്ല ഇന്ന് HR അസിസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്കിങ്ങനെ 3 ടൈപ്പ് ഓർഡേഴ്സ് കിട്ടി. അപ്പൊ ഇതിൽ ഏത് ജോലിയാണ് ഞാൻ ചെയ്യണ്ടേ എന്നുള്ളത് കൺഫ്യൂഷൻ ആവും.
കാരണം ഈ മൂന്നാളും പിന്നെയും എന്നെ റിസപ്ഷനിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരാളും ഒക്കെ ഞാൻ റിസപ്ഷനിൽ ഇരിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കും, മറ്റു രണ്ടാളും നമ്മൾ പറഞ്ഞത് കേട്ടില്ല എന്ന് വിചാരിക്കും. സോ ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് എന്നുള്ള നിലയിലായിരിക്കണം നമ്മൾ ഒരു എംപ്ലോയിക്ക് റെസ്പോൺസിബിലിറ്റീസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരാളായിരിക്കണം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പല ആൾക്കാരുണ്ടാവാൻ പാടില്ല. പല ആൾക്കാർ വന്ന് നമ്മളോട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഫോർത്ത് പോയിന്റ്, അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പിൽ പറയുന്നത് ഓരോ എംപ്ലോയീസിനും പല ടൈപ്പ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും വേണ്ടത്. അത് ആ മോട്ടിവേഷനെ ബേസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ചിലത് ഏജ്, ചിലപ്പോൾ ചെറിയ പഠിച്ചിറങ്ങിയപാടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ പ്രായത്തിലുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് പ്രായമായ ആൾക്കാരുണ്ടാവും, നമ്മളെ സീനിയർ എംപ്ലോയീസ്, അവർക്ക് ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും വേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ്, ഫ്രഷേഴ്സ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാൻ. പിന്നെ സ്കില്ല്, ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും, അത് മനസ്സിലാക്കണം. പിന്നെ സിറ്റുവേഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി വേണം നമ്മൾ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അവർക്ക് ഏതാണോ മാച്ച് ആവുന്നത് ആ മാച്ച് ആവുന്ന മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് നമ്മൾ ഒരാളോട്, ഒരു എംപ്ലോയിയോട് അല്ലെങ്കിൽ ഒരു ബോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മൾ ഒരു പകുതി കാര്യം പറഞ്ഞിട്ട് നിർത്താൻ പാടില്ല. അവരോട് പറയുന്നുണ്ടെങ്കിൽ ആ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ പകുതിക്ക് വെച്ച് മതിയാക്കി നമ്മൾ ബാക്കി അവർ ഊഹിച്ച് കണ്ടുപിടിച്ചോട്ടെ എന്നുള്ള ആ ഒരു ലെവലിൽ പോകാൻ പാടില്ല. ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോ ഒരാളോട്, ഇപ്പൊ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെയുള്ള സ്റ്റാഫിനോട് പെട്ടെന്ന് നിങ്ങൾ പണി തീർക്കുക എന്നല്ല പറയണ്ടേ. പകരം ഒരു ടൈം, ഇപ്പൊ 10 മണിക്കാണ് നമ്മൾ ഓപ്പറേഷൻ എങ്കിൽ 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയണം. പകരം പെട്ടെന്ന് നിങ്ങളെ പണി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 10 മണിക്ക് പേഷ്യന്റിനെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് അവരുടെ പണി തീർന്നിട്ടുണ്ടാവണമെന്നില്ല. പകരം നമ്മളൊരു കറക്റ്റ് ടൈം പറഞ്ഞു കൊടുത്ത് അവരോട് ആ ടൈമിനുള്ളിലാണ് ആ പണി തീർക്കാൻ പറയുന്നതെങ്കിൽ അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ക്ലിയർ ആയി. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടീം വർക്കിന് വേണ്ടി നമ്മളെ മാനേജർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമല്ല. പകരം നമ്മളെ ഇൻഫോർമൽ ഗ്രൂപ്പ്, നമ്മൾ ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ഗ്യാങ് ഉണ്ടാവും. ഒഫീഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ടീം ഉണ്ടാവും. അതിപ്പോ എല്ലാ സ്ഥലത്ത് പോയാലും നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവര് ഒരു ടീമാവും. അപ്പൊ അവരവരുടെ വർക്ക്, സ്ട്രെസ്, പ്രഷർ, വീട്ടിലുള്ള കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും. അങ്ങനെയുള്ള ടീമിനെ ഇഗ്നോർ ചെയ്യാതെ അവരെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം.
ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ? അങ്ങനെയുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ്സിനെ നമ്മൾ പോസിറ്റീവായി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ അറിയിക്കാനുണ്ടെങ്കിൽ അത് ആ ഒരാളോട് പറഞ്ഞാൽ മതി. പകരം ഇത് ഈ ടീമിലുള്ള ആൾക്കാരെല്ലാവരും അറിഞ്ഞോളും. അവർ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇതൊരു ചർച്ചാ വിഷയമാവും. അപ്പൊ പല സജഷൻസ്, പല അഭിപ്രായങ്ങൾ, ഇതൊക്കെ നമുക്ക് ആ ഒരു ടീമിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ആ ടീമിനെ അവോയ്ഡ് ചെയ്യുകയല്ല വേണ്ടേ, പകരം അവരെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാന്ന് ഒരു മാനേജർ ശ്രമിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ഗുഡ് ലീഡർഷിപ്പ്. ഗുഡ് ലീഡർഷിപ്പ്. ഒരു ബോസ് എന്ന് പറയുന്നത് ഓർഡർ ചെയ്യൽ മാത്രമായിരിക്കും. ഒരു ബോസ് എപ്പോഴും ഓർഡർ ഇടൽ മാത്രമായിരിക്കും. അപ്പൊ ഒരു മാനേജർ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാള് ഒരിക്കലും ഒരു ബോസ് ആവാനല്ല ശ്രമിക്കേണ്ടത്, പകരം ഒരു ലീഡർ ആവാനാ ശ്രമിക്കേണ്ടത്. ലീഡർ ആവുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യും. അതേപോലെ നമ്മൾ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കും. അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. പിന്നെ ഈ മാനേജറിന്റെയും എംപ്ലോയീന്റെയും ഇടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ഒരു വിശ്വാസം. നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളെന്ന്, അല്ലെങ്കിൽ മാനേജറോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം സോൾവ് ആവും, ഒരു ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആ ഒരു ബോണ്ടിനെ വളർത്തിയെടുക്കണം. അതിനൊരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ എന്ന് പറയല്ല വേണ്ടേ, പകരം നമ്മൾ കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അവരുടെ കൂടെ ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആവും. നമ്മളെ എംപ്ലോയീസിനെ കൊണ്ട് മാത്രമല്ല, നമ്മളെ ബോസ് കൂടി അല്ലെങ്കിൽ നമ്മളെ മാനേജർ കൂടി പണിയെടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു മോട്ടിവേഷനായി മാറും. ഇതാണ് ഗുഡ് ലീഡർഷിപ്പിൽ പറയുന്നത്. ക്ലിയർ ആയോ പ്രിൻസിപ്പിൾസ്? Yes, ma'am. Hello? ആ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞതല്ലേ, പഠിച്ചിട്ടുണ്ടോ എല്ലാരും? ഏത് മുതലായിരുന്നു സർ? ഞാൻ ലാസ്റ്റ് 2 ക്ലാസ് ആബ്സെന്റ് ആയിരുന്നു. 21 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ആ അതുവരെ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. First question, which department is responsible for providing compensation for the services rendered by the employees?
Taskina. മാം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യോ? Which department is responsible for providing compensation for the services rendered by the employees? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അല്ല. അഡ്മിനിസ്ട്രേഷൻ അല്ല, വേറെ. HR department. HR department. സോറി ഞാൻ Anesthesia. പഠിച്ചിട്ടില്ല. Anesthesia induction room is in the dash of the operation theatre. Farasha. Aseptic zone. Aseptic zone. Which equipment is used to monitor the temperature in cold storage? Dial thermometer. Dial thermometer. Who is the chairman of the Drug and Therapeutic Committee? Medical superintendent. Medical superintendent. Which department is responsible for creating policies and procedures that the staff has to follow in the hospital? Safwana. HR department. HR department. Temperature maintained in a cold room? 15 to 20 degrees Celsius. അതാണ് 15 to 20 degrees Celsius. Which department provides professional advice on diet? Dietetics department. Another name for sterile zone? aseptic zone. Aseptic zone. How many trained nurses should be posted for an 8-bedded ICU? 32. 32. Dash is showing the stock position of items stocked. Bin card. Bin card. Nurse patient ratio for pediatric ICU? 1:2. 1:2. How many zones are there in an OT? 4. 4. Which department investigates and treats all types of cancers? Oncology. Oncology. Which department refers to the sales and marketing division of a company? Front office. Front office. Services provided within the walls of a hospital is known as? Services provided within the walls of a hospital is known as intramural. അപ്പൊ outside the wall of a hospital ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്നത് extramural. Okay.
Which department deals with the diseases of skin, hair, and nail? Dermatology. Technology department. Dermatology. Follow-up care after discharge takes place in which department? OPD. OPD. Which ICU provides care for patients with health conditions who don't require surgery? MICU. You. MICU. Which ICU provides care for prolonged critical care needs patients? LT. Long-term intensive. Long-term intensive care unit. അല്ലെങ്കിൽ LTICU. Okay. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും 41 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങൾ ടൈം കിട്ടുന്ന സമയത്ത് ഇത് വായിച്ചു നോക്കുമെന്ന്. കാരണം നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് പിന്നെ ഇതൊരു ഭാരമായി തോന്നാറുണ്ടല്ലോ. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്, നമുക്ക് പെട്ടെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ടെൻഷൻ വരും. നമ്മളിപ്പോ ഒരു 10 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും, ഇതന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിക്കാൻ പറയുന്നത്. എക്സാമിന് ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻസർ അങ്ങനെ ചെയ്യാനുണ്ടാവുക? ആ 41 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചോളാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗിൽ 4 എലമെന്റ്സ് ആ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സൂപ്പർവിഷൻ, സെക്കൻഡ് മോട്ടിവേഷൻ, തേർഡ് ലീഡർഷിപ്പ്, ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മേൽനോട്ടം. മാം ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയോ? ഓക്കെ, നമ്മള് ഡയറക്റ്റിങ്ങിന് 4 എലമെന്റ്സ് ഉണ്ട്. ആ 4 എലമെന്റ്സ് ഒന്ന് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ 4 എലമെന്റ്സ് ആണ് ഡയറക്റ്റിങ്ങിന് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മലയാളത്തിൽ പറയുമ്പോൾ മേൽനോട്ടം. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ വാച്ച് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നതിനാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിനെ നമ്മൾ നിരീക്ഷിക്കും. അവർ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടാണോ, കറക്റ്റ് ആണോ, അതേപോലെ അവർ വരുന്ന സമയം അല്ലെങ്കിൽ അവർ ഇറങ്ങുന്ന സമയം, ഇതൊക്കെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യും. അങ്ങനെ ഉണ്ടായി ആ ഒരു വർക്കിനെ നമ്മൾ വാച്ച് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, അവർ പ്രോപ്പറായി അല്ല ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്നത്, ഇതിനൊക്കെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എംപ്ലോയീനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
എൻകറേജ് ചെയ്യാം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത്. അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചില എംപ്ലോയീസ് കുറച്ച് ഡൗൺ ആയിരിക്കും, അപ്പൊ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എക്സാമ്പിൾ വെച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ആ ജോലി ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നത്, അവരിലേക്ക് ഒരു എനർജി പാസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മോട്ടിവേഷൻ കൊടുക്കും. ഇപ്പൊ ഒരു മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് പറയാം ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത്. അതൊരു മോട്ടിവേഷനാ ജോലി ചെയ്യുന്നവർക്ക്. ജോലി ചെയ്യുന്ന സമയത്ത് ആ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത്, ആ മാസത്തെ ബെസ്റ്റ് എംപ്ലോയി ആവാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യും. അപ്പൊ അത് അവർക്ക് ഒരു മോട്ടിവേഷൻ ആവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് അവർക്ക് കൊടുക്കും. ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ക്യാഷ് പ്രൈസ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മളെ എംപ്ലോയീസിന് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു മാസത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് ഒരു സ്റ്റാഫിനെ നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോ ബാക്കിയുള്ള സ്റ്റാഫ് വിചാരിക്കും അടുത്ത പ്രാവശ്യം ഞാനായിരിക്കണം ആ പൊസിഷനിൽ നിൽക്കുന്നത് എന്ന്. അപ്പൊ അത് എല്ലാ സ്റ്റാഫിനും ഒരു മോട്ടിവേഷൻ ആവും. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോണിറ്ററി മോട്ടിവേഷനും ഒന്ന് രണ്ടാമത്തത് നോൺ മോണിറ്ററി മോട്ടിവേഷൻ. മോണിറ്ററി മോട്ടിവേഷൻ എന്ന് പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള റിവാർഡ് കൊടുക്കുന്നത്, സാലറി കൂട്ടി കൊടുക്കുന്നത്, ബോണസ് കൊടുക്കാം, ഇൻസെന്റീവ്സ്, പ്രൊമോഷൻ, ഇതുപോലെയുള്ള റിവാർഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ മോണിറ്ററി മോട്ടിവേഷൻ എന്നും, പൈസ അല്ല നമ്മൾ പകരം അപ്രിസിയേഷൻ, റെസ്പെക്ട്, റെക്കഗ്നീഷൻ, ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നെങ്കിൽ അത് നോൺ മോണിറ്ററി മോട്ടിവേഷൻ, അതായത് മണി ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത മോട്ടിവേഷൻ. നെക്സ്റ്റ് വരുന്നത് ലീഡർഷിപ്പ്. ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസിന് വേണ്ടി അവർ വില്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക വേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറെ കമാൻഡ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല, പകരം നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജർ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക മാത്രമല്ല വേണ്ടത്, പകരം നമ്മൾ കൂടി അവരുടെ കൂടെ ഇറങ്ങിയിട്ട് ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളെ എംപ്ലോയീസിന് ഒരു വിശ്വാസം വരും, മാനേജർ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും, അതേപോലെ തന്നെ നമുക്ക് ഹെൽപ്പിംഗ് ആണ് സാറ് എന്നുള്ള ഒരു ബോധം വരും. ആ സമയത്ത് നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാനേജർ പോലും വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനും എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇവിടെ കാണിക്കണം എന്നുള്ള ആ ഒരു ബോധത്തിൽ അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആളുകൾക്കിടയിലേക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ പഠിപ്പിക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി സിമ്പിളായി അത് കംപ്ലീറ്റ് ആയി പറഞ്ഞു തരാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്നോ എങ്ങനെയെന്നോ അറിയില്ല.
ഇപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഒരു ടീച്ചർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് അയച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ PDF അയച്ചു തരുന്നുണ്ട്. പകരം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. പകരം നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീച്ചറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു തരും, അതിൽ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ഈസി ആവും. അതേപോലെ തന്നെ അത് ക്ലിയർ ആവാനും സിമ്പിൾ ആവാനും നമ്മൾ ശ്രമിക്കണം. ഇതുവരെ എടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഞാൻ കുറച്ചു നേരം കട്ടായി പോയിരുന്നു, കേട്ടിട്ടില്ല. അല്ല, ഇപ്പൊ ഒരു 2 മിനിറ്റ് മൈക്ക് ആ, ഓഫ് അത്രേ ആയിരുന്നു. ആയിട്ടുള്ളൂ. ഇപ്പം കുറച്ച് സമയത്ത്. എലമെന്റ്സ് ഫുള്ള് കേട്ടതല്ലേ, കമ്മ്യൂണിക്കേഷൻ വരെ? കേട്ടിരുന്നു മാം. ക്ലിയർ അല്ലേ അത്? യെസ് മാം. മാം, ഈ മോണിറ്ററിങ് മോട്ടിവേഷൻ നോൺ മോണിറ്ററിങ് മോട്ടിവേഷൻ ഒന്ന് പറയാം, ക്ലിയർ മോണിറ്ററി മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണി റിലേറ്റഡ് ആയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നത് ഒരാൾക്ക്. ഇപ്പൊ ഒരു എംപ്ലോയി നല്ല ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ മന്ത് ആയിരുന്നെങ്കിൽ നമ്മൾ അവർക്ക് സാലറിയിൽ ഒരു 10,000 കൂട്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മണി റിലേറ്റ് ആയിട്ട് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ
ഒരു റിവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്ററി മോട്ടിവേഷൻ എന്ന് പറയും. നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ മണിയുമായി റിലേറ്റ് ചെയ്യുന്നതല്ല, പകരം നമ്മൾ അവരെ അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു ബഹുമാനം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങള്. അവർക്ക് പൈസ എന്നുള്ളത് ഒരു മാറ്റർ ആയിരിക്കൂല. പൈസേനെ ബേസ് ചെയ്യാണ്ട് നമ്മൾ ഒരാളെ ആ ഒരു അവർക്ക് വേണ്ട റിവാർഡ് കൊടുക്കുന്നത്. ചില സമയത്ത് പൈസേനേക്കാളും ആയിരിക്കും നമ്മളെ വായിന്ന് വരുന്ന ഒരു വർത്താനം കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷനിൽ കുറച്ചുകൂടെ റിവാർഡിന് വാല്യൂ ഉള്ളതുപോലെ തോന്നാം. അതാണ് നോൺ മോണിറ്ററി റിവാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഉം. ആ ലീവ് ചെയ്തോളൂ എല്ലാരും. ഇനി ബാക്കി മൺഡേ എടുക്കാം. ഉം.